ഈ അങ്കണവാടിയിലേക്ക് വരാൻ കുട്ടികൾക്ക് കൊതിയാണ്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ ജില്ലയിലെ മികച്ച അങ്കണവാടിക്കുള്ള പുരസ്കാരം നേടിയ മറ്റത്തൂർ പഞ്ചായത്ത് 16-ാം വാർഡിലെ ഗാലക്സി അംഗൻവാടി കുരുന്നുകളുടെ പ്രിയപ്പെട്ട ഇടമാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അംഗൻവാടികളൊന്നുമല്ല ഇപ്പോഴത്തെ സ്മാർട്ട് അംഗൻവാടികൾ. ഈ സ്മാർട്ട് അംഗൻവാടിയിൽ എത്തിയാൽ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരായ നമുക്കും ഒന്ന് അവിടെ ഇരിക്കാൻ തോന്നും. അത്തരത്തിൽ ഒരു അംഗൻവാടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കുഞ്ഞാലിപ്പാറയിലുള്ള അംഗൻവാടിയിലാണ്. ഈ അംഗൻവാടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വനിതാ ശിശു വികസന വകുപ്പിന്റെ സംസ്ഥാന പുരസ്കാരം, ജില്ലയിലെ മികച്ച അംഗൻവാടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ സന്തോഷത്തിലാണ് അംഗൻവാടിയിലെ കുട്ടികളും അധ്യാപികയും ഒപ്പം ഈ നാട്ടുകാരുമൊക്കെ. ഈ അംഗൻവാടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന, ഇപ്പോൾ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള അശ്വതി വിബിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ്? ഒരു വലിയ സന്തോഷത്തിലാണെന്നറിയാം. എന്ത് തോന്നുന്നു ഈ ഒരു പുരസ്കാരം നേടുമ്പോൾ? വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ജില്ലയിൽ 3112 അംഗനവാടികളാണുള്ളത്. അതിൽ മികച്ച അംഗനവാടിയായി നമ്മുടെ മറ്റത്തൂര് ഗാലക്സി അംഗനവാടിയിലെ തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷം, അഭിമാനമുണ്ട്. എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാലും ഇവിടുത്തെ ശിശു സൗഹാർദ്ദമായിട്ടുള്ള അന്തരീക്ഷം ഒരുക്കിക്കൊണ്ട് കുട്ടികൾക്ക് കളിപ്പാർക്ക് ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് ഈ അംഗനവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിനുള്ള ഒരു അംഗീകാരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. 2 നിലകളിലായി ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച അങ്കണവാടി കണ്ടാൽ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒന്നിരിക്കാൻ തോന്നും. അങ്കണവാടിയുടെ മുഖച്ഛായ തന്നെ മാറിപ്പോയി. കെട്ടിടത്തിന്റെ ഭംഗി മാത്രമല്ല, AC-യും TV-യും ഉൾപ്പെടെ അകത്തെ സൗകര്യങ്ങളും ഹൈക്ലാസ് ആണ്. ശിശു സൗഹൃദ കസേര, ടേബിൾ, കളിക്കാനുള്ള സംവിധാനങ്ങൾ, പരിസ്ഥിതി സൗഹൃദ സെൽഫി പോയിന്റ് തുടങ്ങി മികച്ച സൗകര്യങ്ങൾ ഈ സ്മാർട്ട് അംഗൻവാടിയിലുണ്ട്. മുറ്റം കട്ട വിരിച്ചും ചുറ്റുമതിൽ പണിതും കമനീയമായ ചിത്രങ്ങളാൽ ക്ലാസ് മുറികളും ചുമരും അലങ്കരിച്ചും സീലിംഗിൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന ഗാലക്സി ഒരുക്കിയും വീണാൽ പരിക്കേൽക്കാത്ത ഇന്റർലോക്ക് മെത്തയും ശിശു സൗഹൃദ ശുചിമുറി സജ്ജമാക്കിയും അങ്കണവാടി ഇപ്പോൾ വേറെ ലെവലാണ്. 15 കുട്ടികളുള്ള അങ്കണവാടിയിൽ മുഴുവൻ സമയവും കുട്ടികൾ ഹാപ്പി ആയിരിക്കാൻ TV-യും ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഗാലക്സി അംഗൻവാടിക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചതിൽ. ഇതിനായി പരിശ്രമിച്ച എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു. നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിലെ ഗാലക്സി സെന്റർ നമ്പർ 46-ാം നമ്പർ അംഗൻവാടിക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നത് വളരെയധികം സന്തോഷമുണ്ട്. നമുക്കിത് അഭിമാനത്തിന്റെ മുഹൂർത്തമാണ്. 2001 മുതൽ വിവിധയിടങ്ങളിലായി വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന അങ്കണവാടി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് 2024 സ്വന്തമായി സ്ഥലം വാങ്ങി പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കൊടകര ബ്ലോക്ക് ICDS-ന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗാലക്സി അങ്കണവാടിക്ക് മികച്ച സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കാനും സാധിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത്, അത് കൊടകര അഡീഷണൽ ICDS-ന്റെ ഭാഗമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 46-ാം നമ്പർ ഗാലക്സി അങ്കണവാടിക്ക് ഇങ്ങനെ ഒരു അവാർഡ്, സംസ്ഥാനത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച അങ്കണവാടി എന്നുള്ള നിലയിൽ അവാർഡ് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു അങ്കണവാടിയുടെ മേലധികാരി എന്ന ലെവലിലിരിക്കാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനവുമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന, ഇപ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയ അശ്വതി മേഡത്തോടൊപ്പവും ഇതിൻ്റെ LMC അംഗങ്ങളോടൊപ്പവും മുൻ വാർഡ് മെമ്പറായിരുന്ന സുമേഷിനോടൊപ്പം എല്ലാവരോടൊപ്പം ഈ സന്തോഷവേളയിൽ ഞാനും സന്തോഷം പങ്കുവയ്ക്കുന്നു. ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, പ്രീ സ്കൂൾ കുട്ടികൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ എന്നിവർക്ക് വേണ്ട സഹായം ചെയ്തു നൽകുന്നതിൽ ഇവർ മികവ് കാട്ടി. പോഷകാഹാരത്തോടൊപ്പം അനൗപചാരിക വിദ്യാഭ്യാസം, കൗൺസിലിംഗ്, ആരോഗ്യ സേവനങ്ങൾ എന്നിവയും പഞ്ചായത്തിന്റെ സഹകരണത്തിൽ നൽകാൻ സാധിച്ചു. ആശ്വാസകിരണം, മാതൃവന്ദന യോജന, സമാശ്വാസം സ്കോളർഷിപ്പ് തുടങ്ങി വിവിധ പദ്ധതികളുടെ ആനുകൂല്യം അങ്കണവാടിയിലെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷം. വളരെ നീണ്ട പ്രയത്നത്തിനൊടുവിൽ നമുക്കൊരു വലിയൊരു അംഗനവാടി, നല്ലൊരു അംഗനവാടി, സംസ്ഥാനത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു അംഗനവാടി നിർമ്മിക്കാൻ സാധിച്ചു. ICDS ഡിപ്പാർട്ട്മെന്റിന്റെ 17 ലക്ഷം, മറ്റത്തൂർ പഞ്ചായത്തിന്റെ 10 ലക്ഷം വെച്ചിട്ടാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ 40 ലക്ഷത്തിന്റെ അടുത്ത്, അതായത് 39-40 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത്രയും പ്രൊജക്റ്റുകൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇത്ര നല്ലൊരു അംഗനവാടിയാക്കി മാറ്റിയത്. 3 ടോയ്ലറ്റുകളാണ് ഇതിലുള്ളത്. ഒന്ന് ശിശു സൗഹൃദ ടോയ്ലറ്റും അതുപോലെ തന്നെ ഭിന്നശേഷി സൗഹൃദം എന്നുള്ള രീതിയിലും കൂടിയാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ അധികം സന്തോഷം നാട്ടുകാരോടൊപ്പം, കഴിഞ്ഞ ഭരണസമിതിയോടൊപ്പം ഇപ്പോഴത്തെ ഭരണസമിതിയോടൊപ്പം പങ്കുവയ്ക്കുകയാണ്.
സിജി പ്രദീപൻ അധ്യാപികയും TV ശൈലജ ഹെൽപ്പറുമാണ്. കൗതുകമുണർത്തുന്ന ചിത്രങ്ങളും കളിസ്ഥലങ്ങളും കുട്ടികളുടെ ക്രിയാത്മക വളർച്ചയെയും ബുദ്ധിവികാസത്തെയും സ്വാധീനിക്കും. പണ്ട് വരാൻ മടിച്ചിരുന്ന കുട്ടികൾ പലർക്കും അങ്കണവാടി സ്മാർട്ടായതോടെ താല്പര്യം കൂടിയിട്ടുണ്ട്. വളരെ സന്തോഷം. സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് വാങ്ങിയ അങ്കണവാടിക്ക്, അതുപോലെ തന്നെ നമ്മുടെ മുൻ ഭരണസമിതി മുൻ മെമ്പർ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കൂടാതെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ പറയുന്നു. വളരെയധികം സന്തോഷം. ശിശു വികസന വകുപ്പിൻ്റെ ഫണ്ടും മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വളരെ സ്മാർട്ട് അംഗനവാടി എന്ന് വെച്ചാൽ വളരെയധികം നല്ല രീതിയിൽ പണിത എൻ്റെ അംഗനവാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച ആഹ്ലാദ നിറവിൽ വിപുലമായ ആഘോഷം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കുഞ്ഞാലിപ്പാറയിലെ രക്ഷിതാക്കളും അങ്കണവാടി ജീവനക്കാരും. കുഞ്ഞാലിപ്പാറയിലെ ഗാലക്സി അംഗൻവാടിയിലെത്തുന്ന കുരുന്നുകൾക്ക് ആദ്യാക്ഷരത്തിന്റെ അമൃത് പകർന്ന് കലയുടെ ആദ്യ ചുവടുകൾ പകർന്ന് അവരെ തിളങ്ങുന്ന നക്ഷത്രങ്ങളാക്കി മാറ്റുകയാണ് ഗാലക്സി അംഗൻവാടിയിലെ അധ്യാപികയും ഒപ്പം നാട്ടുകാരും ഇതോടൊപ്പം ചേർന്ന പ്രവർത്തകരും എല്ലാവരും ചേർന്ന്. ഒപ്പം ജനസേവന പ്രവർത്തനങ്ങളിൽ കൂടി നടത്തിയ മികവ് പരിഗണിച്ചാണ് സംസ്ഥാന സർക്കാർ ജില്ലയിലെ മികച്ച അംഗൻവാടിയായി ഗാലക്സി അംഗൻവാടിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഏതായാലും ഈ പുരസ്കാര നേട്ടം വലിയ ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാരും ഒപ്പം തന്നെ ഇതിന്റെ അധികൃതരുമൊക്കെ. ഏതായാലും ഈ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ ജില്ലയിലെ മികച്ച അംഗൻവാടിക്കുള്ള പുരസ്കാരം നേടി മറ്റത്തൂർ പഞ്ചായത്ത് 16-ാം വാർഡിലെ ഗാലക്സി അംഗൻവാടി. 2024-25 വർഷത്തെ പ്രവർത്തന മികവ് പരിഗണിച്ചാണ് നേട്ടം. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അംഗൻവാടിയിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. അംഗൻവാടി അധ്യാപിക സിജി പ്രദീപൻ സ്വാഗതം ആശംസിച്ച ചടങ്ങ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സിജി രാജേഷ് അധ്യക്ഷയായിരുന്നു. ICDS സൂപ്പർവൈസർ സുധാകുമാരി, കൊടകര അഡീഷണൽ പ്രൊജക്ട് ഓഫീസർ CDPO സുധർമണി G, മറ്റത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രനി വിജീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മനോജ് കുമാർ, ശശികുമാർ മാസ്റ്റർ, സബിത സതീഷ്, PR അംബുജാക്ഷൻ, അംഗൻവാടി വികസന സമിതി അംഗം സുഭാഷ് മൂന്നുമുറി എന്നിവർ സംസാരിച്ചു. അംഗൻവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, മുൻ വാർഡ് മെമ്പർ സുമേഷ് മൂത്തമ്പാടൻ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം അംഗൻവാടി അധ്യാപിക സിജി പ്രദീപന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB കൈമാറി. കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടാണ് രക്ഷിതാക്കളും കുട്ടികളും ചടങ്ങിനെ ആഘോഷമാക്കിയത്. അതുപോലെ തന്നെ മുൻ വാർഡ് മെമ്പർ ശ്രീ സുമേഷ്, പിന്നെ നമ്മുടെ അംബുജാക്ഷേട്ടൻ, നമ്മുടെ CDPO, അതുപോലെ നമ്മുടെ ICD സൂപ്പർവൈസർ, നമ്മുടെ അംഗനവാടി ടീച്ചർമാർ, മറ്റ് ജനപ്രതിനിധികൾ, എത്രയും പ്രിയപ്പെട്ടവർ. വളരെ സന്തോഷവും അതിലേറെ വളരെ അഭിമാനവുമാണ് നമുക്ക് നമ്മുടെ അംഗനവാടിക്ക് സംസ്ഥാന തലത്തിലുള്ള ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മറ്റത്തൂര് മാത്രം ഏകദേശം 48 അംഗനവാടി, ഏകദേശം അല്ല കൃത്യം 48 അംഗനവാടി ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ജില്ല എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 3000-ലധികം 3112 അംഗനവാടി ഒരു ജില്ലയിൽ മാത്രമുണ്ട്. തൃശ്ശൂർ ജില്ലയിലത്തെ മാത്രം അംഗനവാടിയുടെ എണ്ണമാണ് 3100. ഞങ്ങൾ കയറി വരുമ്പോൾ അതിന് മുമ്പത്തെ ഭരണസമിതി, മുമ്പത്തെ മെമ്പർ അടക്കം, അതുപോലെ തന്നെ അംഗനവാടി ടീച്ചറും ആശാവർക്കറും അടക്കം ഇടപെട്ടുകൊണ്ട് ജനാർദ്ദനന്റെ അടുത്ത് സംസാരിച്ച്, ജനാർദ്ദനെ നമ്മൾക്ക് സ്മരിക്കാതെ പോകാൻ വേണ്ടി കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സാണ് ഈ അംഗനവാടി ഇവിടെ വരാൻ കാരണം എന്നുള്ളത് നമുക്ക് സ്മരിക്കാതെ പോകാൻ വേണ്ടി കഴിയില്ല. ആളൊന്നും ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് പറഞ്ഞു തന്നെ പോകണം. അപ്പൊ ആ മനസ്സ് നമുക്ക് തന്ന ഈ സ്ഥലം